തോട്ട് ഫോർ ദ ഡേ. പുരുഷൻ തന്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ദേഹമായിരിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. വചനത്തിന്റെ വിശദീകരണം എങ്ങനെയാണ്? ഈ വചനം മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ വിവാഹത്തിന് ശേഷം പുരുഷൻ തന്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. അവർ ഇരുവരും ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. അവൻ അപ്പനെയും അമ്മയും വിട്ട് ഒരു പുതിയ കുടുംബം രൂപീകരിക്കണം. അവൻ ഭാര്യയോടൊപ്പം ചേർന്ന് ഒരു മനസ്സോടെ ജീവിക്കണം. അവർ ഇരുവരും ഒരു ദേഹമായി ദൈവം അനുഗ്രഹിക്കുന്നു. പുരുഷൻ തന്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ദേഹമായിരിക്കും എന്ന് വചനം നമ്മെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വചനത്തിന്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് ചിന്തിക്കാം. സ്ത്രീ തന്റെ പിതൃഭവനത്തെ മറക്കണം. നിന്റെ ജനത്തെയും നിന്റെ പിതാവിന്റെ ഭവനത്തെയും മറന്നുകൊള്ളുക. സങ്കീർത്തനം 45-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു. വചനത്തിന്റെ വിശദീകരണം എങ്ങനെയാണ്? ഇത് മാതാപിതാക്കളെ ഉപേക്ഷിക്കുക എന്നല്ല, പക്ഷേ പുതിയ കുടുംബത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുക, ഭർത്താവിനോടൊപ്പം ചേർന്ന് ജീവിക്കുക, പുതിയ വീടിനെ സ്വന്തം വീടായി കാണുക എന്നതാണ്. അതുപോലെ ഭർത്താവും ഭാര്യയെ പുറത്തുനിന്ന് വന്ന ഒരാളെ പോലെ കാണാതെ സ്വന്തം ജീവന്റെ ഭാഗം പോലെ സ്നേഹിക്കണം. ദൈവം ചേർത്ത ബന്ധം സ്നേഹത്തിലും ഐക്യത്തിലും വളരട്ടെ. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണമെന്ന വചനത്തിന്റെ പേരിലോ? ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുമെന്ന് എഫേസ്യർ 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണുന്നു. വചനത്തിന്റെ വിശദീകരണം എങ്ങനെയാണ്? ഈ വചനം ചിലർ നിയന്ത്രണത്തിനുള്ള ലൈസൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കണം, നിനക്ക് സ്വാതന്ത്ര്യമില്ല, ഭർത്താവിനെ ഭയന്ന് ജീവിക്കണം. പക്ഷേ ദൈവം പറഞ്ഞത് സ്നേഹത്തിലുള്ള ഐക്യമാണ്, അടിമത്തം അല്ല. ഒരു ഭാര്യ ഭയന്ന് ജീവിക്കുന്ന വീട്ടിൽ അവളുടെ ആത്മാവ് പതിയെ തകരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ഭയമല്ല, സ്നേഹമാണ്, അടിമത്തമല്ല, ബഹുമാനത്തോടുള്ള ഐക്യമാണ്. ഭർത്താക്കന്മാരെ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കൂ. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുമെന്ന് എഫേസ്യർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ കാണുകയാണ്. വചനത്തിന്റെ ആത്മീയാർത്ഥം എങ്ങനെയാണ്? ക്രിസ്തു സഭയെ വേദനിപ്പിച്ചില്ല, അപമാനിച്ചില്ല, ഭയപ്പെടുത്തി നിയന്ത്രിച്ചില്ല, പക്ഷെ സ്നേഹിച്ചു, ക്ഷമിച്ചു, ചേർത്തു പിടിച്ചു, തന്റെ ജീവൻ വരെ നൽകി അവരെ സ്നേഹിച്ചു എന്ന് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഭർത്താവെ, ഭാര്യയ്ക്ക് പണം മാത്രം മതിയാവില്ല, അവൾക്ക് വേണം നിങ്ങളുടെ സമയം, നിങ്ങളുടെ വാക്കുകൾ, ഞാനുണ്ടല്ലോ എന്നുള്ള ആശ്വാസം, വേദനിക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്ന കൈകൾ. ഫോൺ ചാർജ് ഇല്ലെങ്കിൽ ടെൻഷൻ ആവാറില്ലേ? എന്നാൽ ഭാര്യയുടെ ഹൃദയം തകരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? പക്ഷെ ഇത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. ഭർത്താവ് ഭരിക്കുന്നവനല്ല, സ്നേഹത്തോടെ നയിക്കുന്ന ഒരു ആത്മീയ തലവനാവണം. സ്നേഹമുള്ള വീട്ടിൽ ദൈവം വസിക്കുന്നു എന്ന് നമുക്ക് വചനത്തിലൂടെ